ആദ്യമായി കൊടൈക്കനാൽ പോകുന്നവർക്ക് 2 ദിവസവും 3 ദിവസവും കൊണ്ട് എന്തെല്ലാം കാഴ്ചകൾ കാണാം എന്നൊരു ഡീറ്റെയിൽ വീഡിയോ ആണിത്. കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് 2 റൂട്ടാണ് കൊടൈക്കനാൽ എത്തുവാൻ. ഒന്ന് കമ്പം തേനി സൈഡിൽ നിന്ന് വരുന്നവർക്ക് തേനി ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് കൊടൈക്കനാൽ ഘാട്ട് റോഡ് വഴി പെരുമാൾ മല എത്തിച്ചേരുന്നത്. രണ്ടാമത്തേത് മൂന്നാർ, വാൽപ്പാറ, പാലക്കാട് നിന്നും വരുന്നവർക്ക് പളനി ഘാട്ട് റോഡ് വഴി പെരുമാൾ മല എത്തുന്നത്. ഈ 2 വഴിയും പെരുമാൾ മലയിൽ വെച്ച് ജോയിൻ ചെയ്ത് പിന്നെ ഒറ്റ റോഡായിട്ടാണ് കൊടൈക്കനാൽ പോകുന്നത്. കൊടൈക്കനാൽ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ടോൾ കളക്ഷൻ ഏരിയയാണ്. ഇവിടെ ഫീസ് കൊടുക്കണം, ബൈക്കിന് ഫീസ് നൽകണ്ട. ടോൾ കൊടുത്ത് കഴിയുമ്പോൾ ഉള്ള ആദ്യത്തെ സ്പോട്ടാണ് സിൽവർ കാസ്കേഡ്. ഒരു വാട്ടർഫാൾ ആണ്. മഴയുള്ളപ്പോൾ ആണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടം കാണാനാവും. അടുത്ത സ്പോട്ടാണ് സിറ്റി വ്യൂ. സിൽവർ കാസ്കേഡിന് അവിടുന്ന് ഒരു 2 കിലോമീറ്റർ കൊടൈക്കനാൽ റോഡിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഒരു 800 മീറ്റർ തിരിഞ്ഞ് യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാം. ഇങ്ങോട്ട് വരുന്ന വഴിയുടെ 2 വശമാണെങ്കിൽ സവർജിൽ മരങ്ങൾ നിറഞ്ഞു നിൽക്കുവാണ്. ഇവിടുന്ന് കൊടൈക്കനാൽ മലകളുടെ സൈഡിലായിട്ട് പരന്നു കിടക്കുന്ന വീടുകളുടെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. പിന്നെ മറുവശത്താണെന്നുണ്ടെങ്കിൽ താഴ്വാര കാഴ്ചകളാണ് കാണാൻ കഴിയും. കണ്ണെത്താ ദൂരം വരെ കാണാൻ കഴിയും. ഞങ്ങൾ എത്തിയപ്പോൾ ഫുൾ കോടമഞ്ഞായിരുന്നു, അതുകൊണ്ട് ആ കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അടുത്ത സ്പോട്ടാണ് ഷെൻപകാനൂർ മ്യൂസിയം. സേക്രഡ് ഹാർട്ട് കോളേജിന്റെ കീഴിലുള്ളതാണിത്. ഇതൊരു നേച്ചർ മ്യൂസിയമാണ്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് പ്രവേശന സമയം. ഇവിടെ പുരാവസ്തുക്കളും പക്ഷികളെയും വന്യമൃഗങ്ങളെയൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാം. ഒരു ബയോളജി ലാബിൽ കാണുന്ന കാഴ്ചകളെല്ലാം ഇവിടെ കാണാൻ കഴിയും. ഇനി റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. കഴിവതും കൊടൈക്കനാൽ ലേക്കിന്റെ അടുത്ത് തന്നെയുള്ള റൂം എടുക്കാൻ ശ്രമിക്കുക. അതാവുമ്പോൾ സമയം വേസ്റ്റ് ചെയ്യാതെ കാഴ്ചകളിലേക്ക് പോകാം. ഇനി നമ്മൾ പോകുന്നത് ലേക്കിന്റെ സമീപത്തുള്ള കാഴ്ചകൾ കാണാനാണ്. ലേക്ക് റോഡ് 1 വേ ആണ്. ലേക്കിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ തന്നെ നല്ല രസമാണ്. ഇവിടെ ഒരു ബോട്ട് ഹൗസ് ഉണ്ട്. ടിക്കറ്റ് എടുത്താൽ നോർമൽ ബോട്ട്, പെഡൽ ബോട്ട്, ഷിക്കാര ബോട്ട് ഇവയിൽ തടാകത്തിലൂടെ ഒരു യാത്ര നടത്താം. 5 മണി വരെയാണ് എൻട്രി ടൈം. ഇവിടെ ധാരാളം സൈക്കിളാണെങ്കിൽ റെൻറ്റിന് കൊടുക്കും. മണിക്കൂറിനാണ് അതിന് റേറ്റ് ചാർജ് ചെയ്യുന്നത്. സൈക്കിൾ ഓടിക്കേണ്ടവർക്കാണെങ്കിൽ സൈക്കിൾ റെൻറ്റിനെടുത്ത് ലേക്കിന് ചുറ്റും കറങ്ങി നടക്കാം. പിന്നെ ഇവിടെ കുതിര സവാരി അവൈലബിൾ ആണ്. നല്ല വലിയ കുതിര, മണാലിയിലും കാശ്മീരിലും കാണുന്ന പോലെ പോണിയല്ല, നല്ല വലിയ കുതിര. അതും ഓരോ റൗണ്ടിനാണ് അതിന് റേറ്റ് ചാർജ് ചെയ്യുന്നത്. അടുത്ത സ്പോട്ടാണ് ബ്രയൻ പാർക്ക്. ബോട്ട് ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെ, നടക്കാനുള്ള ദൂരം മാത്രം. ഇതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. നിരവധി ചെടികളും പലതരം പൂക്കളും ഇവിടെ കാണാനാകും. ഫോട്ടോ ഒക്കെ എടുക്കേണ്ടവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഹൗസും ഉണ്ട്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് പ്രവേശന സമയം. ലേക്കിന് സൈഡിൽ തന്നെ ഇഷ്ടംപോലെ കടകളുണ്ട്. ചോക്ലേറ്റ് വിൽക്കുന്ന കടകളും സെറ്ററും ജാക്കറ്റും പിന്നെ ടിബറ്റൻസ് നടത്തുന്ന ഫ്രീ മാർക്കറ്റുകൾ. എന്തെങ്കിലും പർച്ചേസ് ചെയ്യേണ്ടവർക്കൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ ദിവസം നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഏകദേശം ഇത്രയും കാഴ്ചകളാണ് കാണാൻ കഴിയുക. നമ്മുടെ 2ാമത്തെ ദിവസം ലേക്കിൻ്റെ മുകൾ ഭാഗത്തോടെയാണ് ഇപ്പോൾ പോകുന്നത്. ബസ് സ്റ്റാൻഡൊക്കെ ഇവിടെയാണ് ഉള്ളത്. ആദ്യം പോകുന്നത് ക്രൈസ്റ്റ് ദ കിങ് ചർച്ച് കാണാനാണ്. 1895 കൊളോണിയലും ഗോത്തിക് സ്റ്റൈലിലും നിർമ്മിതമായ പള്ളി. ഉള്ളിലെ കാഴ്ച അതിമനോഹരം. രാവിലെ 6:30 മുതൽ 12 മണി വരെയും പിന്നെ 3 മണി മുതൽ വൈകിട്ട് 8:30 വരെയാണ് പ്രവേശന സമയം. ഇപ്പം കണ്ട പള്ളിയുടെ തൊട്ടടുത്തുള്ള സ്പോട്ടാണ് കോക്കേഴ്സ് വാക്ക്. ഒരു മലയുടെ വശത്തൂടെ ടൈൽ വിരിച്ചൊരു നടപ്പാതയാണ്. ഏകദേശം 1 കിലോമീറ്ററോളം നീളമുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിങ് പോയിന്റ് വരെ. കൊടൈക്കനാൽ എപ്പോഴും തന്നെ കോട കീറുന്ന സ്ഥലമാണ്. നല്ല അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് പെരിയകുളം, മധുര വരെയുള്ള കാഴ്ചകൾ കാണാനാകും. വാക്കുകളുടെ ലാസ്റ്റ് എൻഡിലായി ഒരു ടെലിസ്കോപ്പ് ഹൗസ് ഉണ്ട്. ടെലിസ്കോപ്പിലൂടെ സോത്തുപാറ ഡാം, വൈഗ ഡാം, പെരിയകുളം, വരാഹ നദി ഇവയുടെ കാഴ്ചകൾ കാണാനാകും. ഇതിന് സെപ്പറേറ്റ് ഫീസ് നൽകണം. അടുത്ത സ്പോട്ടാണ് അപ്പർ ലേക്ക് വ്യൂ. ഇവിടെ നിന്നും കൊടൈ ലേക്കിൻ്റെ ഒരു വൈഡ് വ്യൂ കാണാനാവും. ഇവിടെ എൻട്രി ഫീ ഒന്നും നൽകണ്ട. നമ്മൾ ഇനി പോകുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം ഒരേ റൂട്ടിൽ തന്നെയാണ്. അടുത്ത സ്പോട്ടാണ് ഗ്രീൻ വാലി വ്യൂ പോയിന്റ്. പഴയ പേര് സൂയിസൈഡ് പോയിന്റ് എന്നായിരുന്നു. കടകൾക്കിടയിലൂടെയുള്ള വഴിയെ വേണം വ്യൂ പോയിന്റിലെത്തുവാൻ. ഇവിടെ നിന്നും ഏകദേശം 5000 അടി താഴെയുള്ള കുന്നിൻ്റെയും താഴ്വാരത്തിൻ്റെയും കാഴ്ചകൾ കാണാനാവും. രാവിലെ 10 മണി മുതൽ 3 മണി വരെയാണ് ബെസ്റ്റ് സമയം. മറ്റു സമയങ്ങളിൽ കോടമഞ്ഞ് കയറി കാഴ്ചകൾ കാണാനാവും. കുരങ്ങന്മാർ ധാരാളമുണ്ട് ഇവിടെ. ഇവിടെ നിന്ന് കാഴ്ച കാണുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളൂ പോകുമ്പോൾ. ഇതാണ് കൊടൈക്കനാൽ ഗോൾഫ് ക്ലബ്. ഗ്രീൻ വാലി എൻട്രി പോയിന്റ് നേരെ മുന്നിൽ. ക്ലബ് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ കോർട്ടിൽ പ്രവേശനമുള്ളൂ. പുറത്തുനിന്ന് തന്നെ ഗോൾഫ് കോർട്ടും അവിടെ ഗോൾഫ് കളിക്കുന്ന കാഴ്ചകളും ഒക്കെ കാണാനാവും. ഈ ഏരിയയിൽ എപ്പോൾ വേണമെങ്കിലും കോട കയറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കോട കാരണം പല സ്പോട്ടിലെ കാഴ്ചകൾ നമുക്ക് കാണാനാവില്ല. അടുത്ത ലൊക്കേഷനാണ് പില്ലർ റോക്സ്. പില്ലർ പോലെ നിൽക്കുന്ന ഏകദേശം 400 അടി ഉയരത്തിലുള്ള 3 ഗ്രാനൈറ്റ് പാറകളാണ് ഹൈലൈറ്റ്. കോട കയറി വരുന്നത് കാണാനും നല്ല ഭംഗിയാണ്.
ഇവിടെ എൻട്രി ഫീ കൊടുക്കണം. കൊടൈക്കനാൽ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പൊതുവെ ചെറിയ തുകയാണ് എൻട്രി ഫീ ആയി മേടിക്കുന്നത്. അടുത്ത സ്പോട്ടാണ് ഗുണ കേവ്സ്. കമൽഹാസന്റെ ഗുണ സിനിമയിൽ ഈ ഗുഹ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇതിന് ഗുണ കേവ്സ് എന്ന് പേര് നൽകിയത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഏകദേശം 400 മീറ്റർ നടക്കാനുണ്ട് ഈ പോയിന്റ് എത്തുവാൻ. ഇവിടെ ആഴത്തിലുള്ള ഗർത്തം കമ്പിക്കിരിലൂടെ കാണാം. ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടെ നിന്ന് താഴത്തെ കാഴ്ചകൾ കാണാനാവും. വലിയ ഗുഹയൊന്നും കാണാൻ കഴിയില്ല. ചിലപ്പോൾ അങ്ങോട്ട് എൻട്രി നൽകാത്തതാവും. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് പടർന്നു കിടക്കുന്ന മരത്തിൻ്റെ വേര്. ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു പോയിന്റാണിത്. ഇതുള്ളത് കൊണ്ട് ഗുഹ കാണാനാവാത്തതിൻ്റെ സങ്കടം മാറും. ഇതാണ് പൈൻ ഫോറസ്റ്റ്. വിവിധ സിനിമകളിലെ രംഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണിത്. എൻട്രി ഫീ ഒന്നുമില്ല ഉള്ളിൽ പ്രവേശിക്കാൻ. അടുത്ത സ്പോട്ടാണ് മോയർ പോയിന്റ്. 1929 കോച്ചൻ റോഡിന്റെ തറക്കല്ലിട്ട എഞ്ചിനീയറാണ് സർ തോമസ് മോയർ. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പോയിന്റ് അറിയപ്പെടുന്നത്. പ്രവേശിക്കാൻ ടിക്കറ്റ് എടുക്കണം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശന സമയം. ഇവിടെ ഒരു പാർക്കും ഒരു പില്ലറും പിന്നെ ഒരു വാച്ച് ടവറുമാണ് ഉള്ളത്. വാച്ച് ടവറിൽ നിന്ന് താഴ്വാരത്തിന്റെ കാഴ്ചകൾ കാണാം. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. മോയർ പോയിന്റിന്റെ തൊട്ടടുത്താണ് ബേരിജം പോകാനുള്ള ചെക്ക് പോസ്റ്റ്. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഉണ്ടായിരുന്ന എസ്കേപ്പ് റോഡ് ഇവിടെയാണ് വന്നു ചേരുന്നത്. ബേരിജം സ്വന്തം വണ്ടിയിൽ പോകണമെങ്കിൽ കൊടൈക്കനാൽ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് പെർമിഷൻ എടുക്കണം. ഇവിടെ നിന്ന് ഫോറസ്റ്റിന്റെ ബസ് ഉണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ്. 1 മണിക്കൂറാണ് ഈ യാത്ര. ഈ യാത്രയിൽ സൈലന്റ് വാലി വ്യൂ, ക്യാപ്സ് ഫ്ലൈ വാലി വ്യൂ, മതികെട്ടാൻ ഷോല, ബേരിജം ലേക്ക് ഒക്കെ കാണാനാവും. ഇത്രയും കാഴ്ചകളാണ് 2ാം ദിവസം കാണാൻ കഴിയുക. കൊടൈക്കനാലിലെ 3ാമത്തെ ദിവസം ഇന്ന് മന്നമന്നൂർ സൈഡിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് കൊടൈക്കനാൽ വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കുള്ളിലൂടെയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുപോത്തുകളെ കാണാനാവും. ആദ്യത്തെ സ്പോട്ടാണ് പളനി ടെമ്പിൾ മജസ്റ്റിക് വ്യൂ പോയിന്റ്. ക്ലിയർ സ്കൈ ആണെങ്കിൽ പളനി ടെമ്പിൾ കാണാനാകും. റോഡിന്റെ സൈഡിലാണ് ഇത്. എൻട്രി ഫീ ഒന്നും നൽകണ്ട. അടുത്ത സ്പോട്ടാണ് പൂമ്പാറ ഗ്രാമം. റോഡിൽ നിന്ന് തന്നെ ഗ്രാമത്തിന്റെ നല്ലൊരു വ്യൂ കാണാം. ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഇവിടുന്ന് കഴിക്കാം. മെയിൻ റോഡിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഗ്രാമത്തിനുള്ളിൽ എത്താം. രാവിലെ ആണെങ്കിൽ കൃഷിത്തോട്ടത്തിലേക്ക് പോകുന്ന പണിക്കാരെയും പൂട്ടാൻ പോകുന്ന കാളകളെയും ഒക്കെ കാണാം. ഇവിടെ ഒട്ടുമിക്ക വെജിറ്റബിളും കൃഷി ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കൃഷിത്തോട്ടത്തിലൂടെയും ഗ്രാമത്തിലൂടെയും നടന്ന് കാണാം. മെയിൻ റോഡിൽ നിന്നും ഒരു 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൂക്കൽ ലേക്കിൽ എത്താം. വരുന്ന വഴിക്ക് ഗ്രാസ് ലാൻഡ് ഒക്കെ കാണാനാവും. നല്ലൊരു റൈഡ് സമ്മാനിക്കും ഈ റൂട്ടിൽ. ഒരു ചെറിയ ലേക്കാണ് ഇവിടെയുള്ളത്. ലേക്ക് കഴിഞ്ഞു പോയാൽ കൂക്കൽ ഗ്രാമത്തിലെത്താം. ഇവിടെ ധാരാളം ഹോട്ടൽസും ഫാം സ്റ്റേയും ഒക്കെയുണ്ട്. സ്റ്റേ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇവിടെ ചൂസ് ചെയ്യാം. മന്നമന്നൂർ ലേക്കും ഷീപ്പ് ഫാമും ഒക്കെ ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. റോഡിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇവിടെ പലയിടത്തും യൂക്കാലി ഓയിൽ ഉണ്ടാക്കുന്ന യൂണിറ്റുകളുണ്ട്. ഓയിൽ വാറ്റുന്ന കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. ഓയിൽ തയ്യാറാക്കുന്ന രീതിയെല്ലാം പറഞ്ഞു തരും ഇവിടുത്തെ പണിക്കാർ. ഫ്രഷ് ഓയിൽ വേണ്ടവർക്ക് മേടിക്കുകയും ചെയ്യാം. ഇതാണ് മന്നമന്നൂരിലെ ഷീപ്പ് റിസർച്ച് സെന്റർ. ഇവിടെ ഷീപ്പ് ആൻഡ് റാബിറ്റ് ഫാം ഉണ്ട്. ഫാമിന്റെ എൻട്രി കവാടത്തിന് മുന്നിലായി ചെറിയ ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് പ്രവേശന സമയം. ടിക്കറ്റ് എടുക്കണം പ്രവേശിക്കാൻ. ഇവിടെ ഒരു ഗ്രാസ് ലാൻഡ് ഉണ്ട്. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ഇവിടെ. പകൽ സമയങ്ങളിൽ ആട് പുല്ലും മേയാൻ പോകും. ആടുകളെ കാണണമെങ്കിൽ വൈകുന്നേരം ആവണം. പിന്നെ പലയിനം മുയലുകളെ ഇവിടെ കാണാനാവും. ഇവിടുന്ന് മുയലിനെ വേണ്ടവർക്ക് മേടിക്കുകയും ചെയ്യാം. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അടുത്ത സ്പോട്ടാണ് മന്നമന്നൂർ ലേക്ക്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇത്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് പ്രവേശനം. ടിക്കറ്റ് എടുക്കണം ഉള്ളിൽ പ്രവേശിക്കാൻ. ചായ, സ്നാക്സ്, ഐസ്ക്രീം ഒക്കെ കൊടുക്കുന്ന ചെറിയ കടകളുണ്ട് ഇവിടെ. ടോയ്ലറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ് ഇവിടെ. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഏകദേശം 500 മീറ്ററോളം നടക്കണം ലേക്ക് എത്തുവാൻ. നല്ല ഭംഗിയുള്ള ലേക്കാണ്. ഇവിടെ സിപ്പ് ലൈൻ, കുട്ടവഞ്ചി, കയാക്കിംഗ്, കുതിരസവാരി അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അടുത്ത സ്പോട്ടാണ് കൗഞ്ചി വില്ലേജ്. ഒരു ചെറിയ ഗ്രാമവും പിന്നെ കൃഷിത്തോട്ടങ്ങളും ആണ് ഇവിടെ കാണാൻ കഴിയുക. ഇനി ഇതേപോലെയുള്ള കൃഷിത്തോട്ടങ്ങളുടെ കാഴ്ചകളാണ് മുന്നോട്ടൊക്കെ. അടുത്ത സ്പോട്ടാണ് പൂണ്ടി വില്ലേജ്. ഇവിടെയും തട്ടുതട്ടായിട്ടുള്ള കൃഷിത്തോട്ടങ്ങളാണ്. ഇവിടെ പലയിടത്തും ടെന്റും മഡ് ഹൗസ് സ്റ്റേയും ഒക്കെ അവൈലബിൾ ആണ്. ഈ റോഡ് നേരെ പോകുന്നത് പോലൂർ കിളവരെ എന്ന ഗ്രാമത്തിലേക്കാണ്. അതിനപ്പുറം മല കടന്ന കേരളത്തിലെ കൊട്ടക്കമ്പൂർ ഗ്രാമത്തിൽ എത്താം. നമുക്ക് മല കടന്ന് നടന്ന് കേരളത്തിലേക്ക് കടക്കാനാവില്ല. അത് ഇല്ലീഗലാണ്. ഇനി മുന്നോട്ട് പോയാലും കാഴ്ചകളെല്ലാം ഒരുപോലെ തന്നെയാണ്.
ഇനി വന്ന വഴിയെ തിരിച്ച് കൊടൈക്കനാലിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് കൊടൈക്കനാലിലെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ എങ്ങനെ കവർ ചെയ്യാമെന്നൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ ട്രാവൽ വീഡിയോസിൽ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റു വീഡിയോസ് കാണാം. ബൈ ബൈ.